പെൺപിള്ളേർ ഏത് വേഷവിധാനം കെട്ടിയാലും എന്ത് ഇട്ട് നടന്നാലും ബിക്കിനി ഇട്ട് നടക്കുന്നത്, മാതാപിതാക്കൾ കൂടെ കൊണ്ട് നടക്കുന്നത്. അവർക്ക് അതിൽ അഭിമാനം പോലെയാണ്. സാധാരണ പഴയൊരു കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഇച്ചിരി എന്ത് ഡ്രസ്സ് ഇട്ടാലും അത് മോശമാണെന്ന് തോന്നിയാൽ അതിനെ ആദ്യം തടയുന്ന മാതാപിതാക്കളാണ്. ഇപ്പം മാതാപിതാക്കൾ സമൂഹത്തിലേക്ക് ഇതുപോലുള്ള കാരണം ഈ കുട്ടികളുടെ അപ്പനമ്മമാർ ഇത് പറഞ്ഞു കിടക്കുമ്പോൾ അവരുടെ എന്ത് അഭിമാനം അവർക്കുള്ളത്? ഗർഭചിത്രം നടത്താൻ പോകുന്നു, പ്രേരിപ്പിച്ചു, ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ, മാതാപിതാക്കൾ അതിനെ അനുകൂലിച്ചിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ വിളിച്ച് പറയുന്നത്. പഴയ കാലത്ത് ഒത്തിരി നിയന്ത്രണങ്ങളായിരുന്നു, അരുത് 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 എങ്ങനെ നിയന്ത്രണങ്ങളുണ്ടായി. ഇപ്പം ആ നിയന്ത്രണങ്ങളൊക്കെ മാറ്റി. പക്ഷേ കുട്ടികൾ ഒന്ന് അടുത്ത് നിൽക്കുന്നതിനോ അവരടുത്ത് ഇടപഴകുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അവരുടേതായ അവരുടെ പ്രൈവറ്റ് കാര്യങ്ങൾ കീപ്പ് ചെയ്ത് വേണം. ചുമ്മാ തോളെ കയറി നടക്കുന്ന അവസ്ഥയോ പബ്ലിക്കിനെ കൊണ്ട് തോളെ കയറി നടക്കുന്നൊരവസ്ഥ ഉണ്ടാക്കരുത്. ഒന്ന് കൂടെ യാത്ര ചെയ്യുന്നോർത്തോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്നോർത്തോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും അതിനൊരു അപാകതയൊന്നുമില്ല. മാന്യമായ വസ്ത്രധാരണമായിട്ട്, കാരണം ഇന്നത്തെ ഒരു ലോകം അല്ലെ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനത്തെ കാലഘട്ടമാണ്. കുട്ടികൾ തന്നെയാണ് ഇപ്പോൾ ഒരു ക്യാമ്പ് കിടക്കുന്നത്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിഞ്ഞ് പോകുന്നു, ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നു, അവർ വീട്ടിൽ തിരിച്ചു വരുന്നു. അത് നല്ല അർത്ഥത്തിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അതിന് മാന്യതയുണ്ട് ആയിട്ടും. കാരണം ഈ പിള്ളേരെ ഈ നിയന്ത്രണമില്ലാതെ അഴിച്ചു വിടുന്നതാണ് ഇതിനെല്ലാം കാരണം. ഇപ്പം പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിക്കാർ ഉപരി അവർ ചുമ്മാ കറങ്ങാൻ പോവുകയാണ്. കാരണം എൻ്റെ അനുഭവമുണ്ട്, ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് ടൂർ പോകുമ്പം നമ്മുടെ വീടിനടുത്ത് ഒരു കുട്ടി, നമ്മൾ വളരെ പക്വതയിലിരിക്കുന്നൊരു കുട്ടി, ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡിൽ ചെന്നപ്പം ഒരു 8, 10, 20, 15 വർഷം മുമ്പാണ്, ഒരു പയ്യനുമായിട്ട് ഒരു മരത്തിൻ്റെ പുറകിരിക്കുന്നു. നമുക്ക് കണ്ടാൽ വിശ്വസിക്കാൻ പോലത്തെ ഒരവസ്ഥ. അപ്പം അത് അപൂർവമാണ്. ഇന്നതല്ല, ഇന്നവർ ഫ്രീ ആയിട്ടാണ്, വളരെ ഫ്രീ ആയിട്ട് നടക്കുന്നത്. ഫ്രീ ആയിട്ട് നടക്കുന്നതിന് കുഴപ്പമില്ല, അവരുടെ ചെയ്തികളും പ്രവൃത്തികളും നല്ലതാണെങ്കിൽ. രാഹുൽ മനുഷ്യനായിരിക്കാം, പക്ഷേ ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കൊടുക്കുന്ന പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള പെൺകുട്ടികൾക്കല്ല. ഇപ്പം ഒരു MLA-യുടെ നേരെ മന്ത്രിയുടെ അടുത്ത് നിന്നോ ഫോട്ടോ എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒന്ന് സെൽഫി എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അവരറിയപ്പെടും. രാഹുലിൻ്റെ കൂടെ നിൽക്കുന്നു, രാഹുൽ MLA ആണ്, MLA-യുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് അറിയപ്പെടും. പക്ഷേ അത് കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് ആ സെൽഫിയും കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാതിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകുകയില്ല. അപ്പുറത്തേക്ക് പോകാം, കാരണം എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യൻ ബലഹീനരുമാണ്. രാഹുൽ മാങ്കൂട്ടൻ ദൈവമൊന്നുമല്ല. അപ്പം ബലഹീനകൾ മനുഷ്യർക്കുണ്ടാകാം, പക്ഷേ അതിനുള്ള അവസരങ്ങൾ നമ്മൾ നോക്കി നിൽക്കണം. അങ്ങനെ ആ ബലഹീനത ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിളിച്ച് പറഞ്ഞ് പുറകെ നടക്കുകയല്ല ചെയ്യേണ്ടത്. അത് ആരും അറിയാതെ അവിടെ തീർക്കണം. വ്യക്തികൾ വളർന്ന് അവർ പ്രശസ്തരായി കഴിയുമ്പോഴല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊക്കി പിടിക്കേണ്ടത്. അന്ന് പ്രതികരിക്കാൻ പറ്റാത്തവർ പിന്നീട് പ്രതികരിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. സരിതാസ് നായർ ഉമ്മൻചാണ്ടിയൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞ്, ആദ്യം പറഞ്ഞ് എൻ്റെ പിതാവായിരിക്കും എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് വളരെ മോശമായിട്ട് പറഞ്ഞ് പിന്നെ അത് തിരുത്തി പറയേണ്ടി വന്നു. അത് ഒരു സംഭവം നടന്നിട്ടുള്ള റിപ്പോർട്ട് സഹിതം കിട്ടി.